ഇന്നലെ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ഇന്നലെ അത് ഇനി അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ പലപ്പോഴും നേരത്തെ ഇന്നലെ മന്ത്രി പ്രസംഗമധ്യേ തന്നെ പറഞ്ഞു അത് ഈ മുറുക്കാങ്കടയിലൊക്കെ വെച്ച് പോവുകയാണെന്ന്. അതിനെന്ത് സൊല്യൂഷനാണ് സർക്കാരിന് അതിന് മുമ്പിലുള്ളത്? നമുക്കതിന് ഒരു കൂട്ടായ ഒരു ചർച്ച ആ കാര്യത്തിൽ വേണം. കുറേ രക്ഷാകർത്താക്കൾ കുട്ടിക്ക് ഫോൺ നിർബന്ധമായിട്ട് കൊണ്ടുപോകണം, കുറച്ചുപേർക്ക് കൊണ്ടുപോകാം. കുട്ടിക്കാണെങ്കിൽ മൊബൈൽ ഫോൺ വേണം. നമ്മളിപ്പോൾ കുട്ടികളുടെ ആത്മഹത്യയുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ 50% മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള ആത്മഹത്യയാണ് ഉണ്ടാകുന്നത്. ഇത് വളരെ അപകടം ഉണ്ടാവുകയാണ്. ഇതിൽ കളികളൊക്കെ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് കളിയിനത്തിൽ കുട്ടി രക്ഷകർത്താവ് ഒരു പങ്കാളിയാണ്. അപ്പം അതുകൊണ്ട് ഇത് എന്ത് വേണമെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഓർഡറുണ്ട്, മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ വേണ്ടി പാടില്ലാത്തൊരു പുസ്തകമാണ്. ഈ ട്യൂഷനൊക്കെ പോകുന്ന സ്ഥലത്ത് വിടുന്ന രക്ഷകർത്താക്കൾക്കാണ് ഈ മൊബൈൽ ഫോൺ ആവശ്യം. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി എങ്ങോട്ട് പോകുന്നു, ട്യൂഷൻ സെൻറ്ററിൽ ഇറങ്ങിയോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയോ, ബസ് സ്റ്റാൻഡിൽ വന്നോ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു ഇതാക്കായിട്ടാണ് ഇത് കൂട്ടുന്നത്. പക്ഷേ ഇത് വളരെ അപകടം ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അത് വളരെ ദുരുപയോഗം കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്നുള്ള അത് രക്ഷാകർത്താക്കളോട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി പറ്റൂ. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ വലിയ തോതിൽ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അതിന് പ്രതിരോധമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ശൈലി അല്ലെങ്കിൽ അത്ര ഇതൊന്നും നിലവിലില്ല. അത്രത്തെ കാര്യത്തെക്കുറിച്ച് വിദ്യാഭ്യാസം ആലോചിക്കുന്നുണ്ട്. ഈ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ കൊണ്ടുവരാൻ പറ്റുമെന്നത്? മൊബൈൽ അഡിക്ഷൻ മാത്രമല്ല, നമ്മുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ 1,92,000 വരുന്ന അധ്യാപകർ നമുക്കുണ്ട്. ആ മുഴുവൻ അധ്യാപകർക്കും വരാൻ പോകുന്ന മാസങ്ങളിൽ ഒരു മാസക്കാലം കൊണ്ട് അവർക്ക് പ്രത്യേക 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് കൊടുത്ത് അത് നമ്മളെല്ലാ സ്കൂളുകളിലും ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ മൊബൈൽ ഫോൺ വളരെ അത്യാവശ്യമായ ഒരു സാധനമാണല്ലോ. കുട്ടികളെ അത് ഒരു ഗുണപരമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കല്ലാതെ അത് നിരോധിക്കുന്നതൊക്കെ ശരിയാണോ? നിരോധിക്കപ്പെട്ടിട്ടില്ല. അതിന് നിയന്ത്രണം വേണ്ടതുണ്ടോ? നമ്മുടെ ഈ നാട്ടിൽ എന്ത് നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒരു അഭിപ്രായം നമ്മുടെ അനുഭവം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. നമ്മുടെ മകനോ മകളോ ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് താത്വികമായിട്ടൊക്കെ അതിനെ വിലയിരുത്താം, അതൊരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ ആ പ്രശ്നത്തിൽ വരുള്ളൂ. നമുക്ക് നമ്മുടെ കുട്ടികളുടെ നന്മ നോക്കിയാൽ മതി. അതിൽ താത്വികപരമായിട്ടും ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ട ഒരു കാര്യമില്ല. കുട്ടി ശരിയായിട്ട് വളർന്ന് വരണം, അവന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ള ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇങ്ങനൊരു ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല.